ബിഗ് ബോസ് മലയാളം സീസൺ 7 75 ദിവസവും പിന്നിട്ട് 100 ദിവസം ഇങ്ങനെ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ടോപ്പ് 5ഉം പിന്നെ ടോപ്പ് 3യും ഒക്കെ പ്രഡിക്റ്റ് ചെയ്യേണ്ട ഒരു സമയമായി കഴിഞ്ഞിരിക്കുന്നു. ആരാണ് ഈ സീസൺ വിജയിക്കുക എന്നൊരു കാര്യം പോലും നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത് ഇങ്ങനെ പറയേണ്ടതായിട്ടിരിക്കുന്നു. കാരണം അത്രയും ഇഞ്ചോടിഞ്ചായിട്ടാണ് ഈ ഒരു സീസൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിജയസാധ്യത ഉള്ളത് 3 പേർക്കുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ 3 പേര് ഈ സീസൺ വിജയിക്കാൻ ഡിസേർവിംഗ് ആയിട്ടുള്ളവരുണ്ട്. പക്ഷെ ഞാൻ 3 പേരുടെയും കാര്യം ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. ആകെ ഒരാളുടെ കാര്യമേ പറയുന്നുള്ളൂ. അതെന്തുകൊണ്ടാണെന്നുള്ളതിന്റെ റീസണും ഈ വീഡിയോ അവസാനമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് എന്നുള്ളൊരു കാര്യം. അനീഷിനെ പറ്റിയാണ് പറയാനായിട്ട് പോകുന്നത്. ഈ സീസൺ തുടക്കം മുതൽ കണ്ടൊരു വ്യക്തി എന്ന നിലയ്ക്ക് അനീഷിനൊപ്പം നമ്മൾ ട്രാവൽ ചെയ്ത് ഇത്രയും വീഡിയോസ് ചെയ്ത് അനീഷിനൊപ്പം തന്നെ ട്രാവൽ ചെയ്ത് ഇത്രയും ദിവസം പിന്നിട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ലൈവ് കണ്ടൊരു വ്യക്തിയാണെന്ന് ഞാൻ എപ്പോഴും പറയേണ്ടതില്ല. അപ്പോ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, അനീഷ് കയറി വന്ന ആ ഒരു സമയം തന്നെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ഹൗസിനകത്തേക്ക് പ്രവേശിച്ചത്. അപ്പൊ കയറിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു ഈ വാക്കുകൾ അളന്നു മുറിച്ച് സംസാരിക്കുന്നു എന്നൊരു വേർഡ് നമ്മൾ അന്നേ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, വാക്കുകൾ അളന്നു മുറിച്ച് സംസാരിക്കുന്നു. അനീഷ് അങ്ങനെ സംസാരിച്ചത് ഞാൻ ആദ്യം ഓർത്തു, ഈ മനുഷ്യൻ ഇത് ഗെയിം കളിക്കാനായിട്ടായിരിക്കും, ഇത് ലാലേട്ടന് മുന്നിൽ നിന്ന് തന്നെ ഗെയിം കളിച്ചിട്ട് പിന്നെ ഹൗസിനകത്തേക്ക് കയറി ഇങ്ങനെ ഗെയിം കളിച്ച് മുന്നോട്ട് പോകാനായിട്ടായിരിക്കും എന്നാണ് ഞാൻ ആദ്യം ഓർത്തത്. പിന്നെ അനുമോളെ കാണുന്നു, അനുമോൾ രണ്ടാമതായിട്ട് കയറുന്നു, അനുമോളെ എനിക്കറിയില്ലല്ലോ എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ഓർത്തത് ഇതെല്ലാം ഈ ഒരു ഗെയിം ആയിരിക്കും എന്നാണ് ഞാൻ ഓർത്തത്. അനീഷിന്റെ ഒരു ഗെയിം ആയിരിക്കും എന്നാണ് ഓർത്തത്. ഈ ഒരു വാക്കുകൾ അളന്നു മുറിച്ച് സംസാരിക്കുന്നതും എല്ലാം. പക്ഷെ 2 ദിവസം കണ്ടു. അപ്പൊ ഞാൻ ഇങ്ങനെ ഓർത്തു, ഇത് ഈ ഒരു നാടകം, ഈ ഒരു ഗെയിം ഇത് പൊളിഞ്ഞു വീഴും എന്നാണ് ഞാൻ ആദ്യം ഓർത്തിരുന്നത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് കേട്ടോ. സീസൺ തുടക്കത്തിലെ ആ ഒരു കാര്യമാണ് പറയുന്നത്. പിന്നെ അനീഷിന്റെ ആ ഒരു നേച്ചറും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങി. നമുക്ക് മനസ്സിലായി അനീഷ് ഇങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ്. അത് നമ്മള് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യടേ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലാണ് അനീഷ് കളിച്ചുകൊണ്ടിരുന്നത്. തുടക്കത്തിലെ കാര്യമാണ് കേട്ടോ. ഫസ്റ്റ് 2 വീക്ക് ഒക്കെ ആയി. അപ്പൊ ആ സമയത്തുള്ള അനീഷിന്റെ ഗെയിം ആ രീതിയിലേക്ക് എന്ന് വെച്ചാൽ രാവിലെ എണീക്കുന്നു, ചൊറിയുന്നു, പ്രൊവോക്ക് ചെയ്യുന്നു, ഫൈറ്റ് ഉണ്ടാക്കുന്നു, കോണ്ടന്റുകൾ പുറത്തേക്ക് കൊടുക്കുന്നു, പിന്നെ മിണ്ടാതൊരു സൈഡിൽ ഇരിക്കുന്നു, എല്ലാവരുമായിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നു. അപ്പൊ ഞാനത് അപ്പോഴും ഓർത്തോണ്ടിരുന്നത് ഇത് ഗെയിമാണ്, ഇത് പൊളിഞ്ഞു വീഴണം, ഇത് വീണേ പറ്റത്തുള്ളൂ എന്ന് ഓർത്ത് നമ്മളിങ്ങനെ നോക്കിയിരുന്നു എപ്പോ വീഴും അനീഷിന്റെ ഈ ഒരു സാധനമെന്ന്. പക്ഷെ വീണിട്ടില്ല, ഇതുവരെ വീണിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്താണ്, അനീഷ് ഈ രീതിയിലുള്ള ഇങ്ങനെ ഒരു മനുഷ്യനാണ്, പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നും റിയൽ ആയിട്ട് അനീഷ് ഇങ്ങനെയാണ് എന്നുള്ളതും നമുക്ക് പോകെയാണ് മനസ്സിലായത്. അനീഷിന്റെ ക്യാരക്ടർ ഇതാണ്, സ്വഭാവം ഇതാണെന്നുള്ളൊരു കാര്യം നമുക്ക് പിന്നെയാണ് മനസ്സിലായത്. അത് സ്വഭാവം വലിയ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഈ വാക്കുകൾ അളന്നു മുറിച്ച് ഈ രീതിയിൽ കുറച്ച് മാത്രം സംസാരിച്ച് പറയുന്ന കാര്യങ്ങൾ ഇച്ചിരി റിപ്പീറ്റ് പറഞ്ഞ് അങ്ങനെയുള്ള ആ ഒരു നേച്ചർ, അത് പോകെയാണ് നമുക്ക് മനസ്സിലായത്. 3-4 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് അനീഷിന്റെ ആ ഒരു നേച്ചർ മനസ്സിലായത്. പിന്നെ നമുക്ക് കാര്യം പിടികിട്ടി. ഇത് അനീഷിന്റെ ആ ഒരു ഇത് മനസ്സിലാക്കി, പേഴ്സണാലിറ്റി എന്താണ് ഏതാണെന്ന് മനസ്സിലാക്കി നമ്മൾ പിന്നെ കാണാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് തോന്നി അവിടെയുള്ള വേറെ ആരെ വെച്ച് നോക്കിയാലും അനീഷ് ആണല്ലോ ഒരു നല്ല പേഴ്സണാലിറ്റി എന്ന് തോന്നി. അങ്ങനെ മാറ്റി പറയിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. അത് ആ രീതിയിൽ അത്രയും നല്ല രീതിയിൽ പ്രേക്ഷകരുമായിട്ട് കണക്ട് ആവാനായിട്ട് അനീഷിന് പറ്റി. അങ്ങനെ ഓഡിയൻസുമായിട്ട് ആ ഒരു ബന്ധം അനീഷിന് സ്ഥാപിക്കാൻ പറ്റി. അതിപ്പോ ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട്. ഇതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അനീഷ് അവിടെ ആരുടെയും കൂടി ഇരുന്ന് ഗെയിം പരമായിട്ടൊരു ചർച്ച നടത്തിയിട്ടില്ല. ഗെയിമിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു ചർച്ച അനീഷ് നടത്തിയിട്ടില്ല. അനീഷിന്റെ ഗെയിം അനീഷിന്റെ മാത്രം ഗെയിമാണ്. ആർക്കെതിരെയാണ് അനീഷ് കളിക്കാൻ പോകുന്നതെന്നും എന്ത് കാര്യങ്ങളാണ് പറയാൻ പോകുന്നതെന്നും എന്ത് കാര്യങ്ങൾ പറഞ്ഞാണ് ഗെയിം കളിക്കാൻ പോകുന്നതെന്നും ആരോടും അനീഷ് ചർച്ച ചെയ്തിട്ടില്ല. ഇന്നേ വരെ നോമിനേഷൻ അനീഷ് ചർച്ച ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ അനീഷ് തെറിവാക്കുകൾ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ആരെയും ഒരു പരിധി കൂടുതൽ പേര് വിളിച്ച് അനീഷ് അഭിസംബോധന ചെയ്യും. പക്ഷെ എടാ പോടാ പോടി എന്ന് പോലും അനീഷ് വിളിച്ചിട്ടില്ല. ഇത് ഈ സീസണിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഈ ഒരു എടാ പോടാ വിളി. ലാലേട്ടൻ ഇത് വിമർശിച്ചിട്ടുമുണ്ട്. പക്ഷെ അനീഷിന്റെ വായിൽ ഇങ്ങനെ ഒന്നും കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ വീണ്ടും ആ ഒരു ആദ്യത്തെ ആ ഒരു സംഭവത്തിലേക്ക് തന്നെ വരികയാണ്. അളന്നു മുറിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തി, അത് കറക്റ്റ് അല്ലേ? ഞാൻ ആദ്യം ഓർത്ത ഗെയിമാണെന്ന് ഓർത്ത അതേ ഞാൻ തന്നെ ഇന്ന് 75ാമത്തെ ദിവസം ഇരുന്ന് പറയുന്നു, ഗെയിം അല്ല, അളന്നു മുറിച്ച് സംസാരിക്കുന്നത് അനീഷിന്റെ നേച്ചറാണ്. ആ രീതിയിൽ അനീഷ് സംസാരിക്കത്തുള്ളൂ എന്ന് ഇപ്പൊ നമുക്കറിയാം. ആദ്യം നമുക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഒരു പ്രിജുഡിയസ് മൈൻഡ് സെറ്റോടെ കൂടി കണ്ടത്.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ക്വാളിറ്റിയോടെ നിൽക്കുന്ന, ഇത്രയും ക്വാളിറ്റിയോടെ മാത്രം അവിടെ ഗെയിം കളിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ്, അതും ഈ കുറ്റം പറയാതെയും ബാക്ക് ബൈറ്റ് ചെയ്യാതെയും വെറുതെ ഒരാളെ പറ്റി ഇരുന്ന് മോശമായ കാര്യങ്ങൾ മാത്രം പുറത്തേക്ക് കൊടുക്കാതെയും ഒരു കണ്ടസ്റ്റന്റിന് ജനപിന്തുണ ഉണ്ടാക്കാമെന്ന് അനീഷ് തെളിയിക്കുകയാണ് ചെയ്തത്. അത് കോമണറായിട്ട് വന്ന് ഡേ 1 ഇയാൾ എന്തൊരു വെറുപ്പിക്കലാണോ എന്ന് പറയിപ്പിച്ച് നമ്മളെ കൊണ്ട് തന്നെ അനീഷ് പറയിപ്പിക്കുന്നു, ക്വാളിറ്റി ഗെയിമർ എന്ന് പറയിപ്പിക്കുന്നു. അത് ആ രീതിയിൽ അനീഷ് ബിൽഡ് ചെയ്തെടുത്ത ഒരു ഗെയിമാണ്. അതിന് പിന്നിൽ ഒരു ഗെയിം തന്നെയുണ്ട്. അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്, പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്ത ഒരു ഗെയിമാണ്. അനീഷ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഷാനവാസുമായിട്ടാണ് ദൃഢമായിട്ടുള്ള ഒരു ബന്ധം അനീഷ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. അത് ഷാനവാസ് അത്രയധികം പുറകെ നടന്ന് അനീഷിനെ ഒറ്റയ്ക്ക് വിടരുത് എന്ന് ഒരു തീരുമാനം അനീഷിനെ കൂടെ കൂട്ടിയതാണ്, അനീഷിന്റെ കൂടെ കൂടിയതാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഷാനവാസിൻ്റെതായ ഒരു ഗെയിം ഉണ്ടായിരുന്നു. പുള്ളി ആ രീതിയിൽ തന്നെ ഗെയിം കളിച്ച് നല്ല ഒന്നാന്തരമായിട്ട് അനീഷിനൊപ്പം തന്നെ ഞാൻ പറയുന്ന ഒരു പേരാണ് ഇപ്പോഴും. പക്ഷെ എന്നിരുന്നാലും ഷാനവാസിന്റെ ഗെയിമിന് അതിൻ്റെതായിട്ടുള്ള പോരായ്മകളുണ്ട്, ആ രീതിയിലുള്ള നെഗറ്റീവ്സ് ഉണ്ട്, ഒരുപാട് ടോക്സിസിറ്റി ഷാനവാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ബേസിക്കലി നല്ല മനുഷ്യനാണ്, നല്ല പേഴ്സണാലിറ്റി ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അനീഷ് കളിച്ച ആ ഒരു ഗെയിമിനോളം വരുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സത്യസന്ധനാണ് എന്നുള്ളതാണ്. ഇവർ രണ്ടുപേരും സത്യസന്ധരായിട്ടുള്ള വ്യക്തികളാണ്. വളരെ നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകരോട് നുണ പറഞ്ഞ് ഇവർ രണ്ടുപേരും ഗെയിം കളിച്ചിട്ടില്ല ഇതുവരെ. ഇവര് ഇപ്പൊ ഷാനവാസ് ആണെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യുവാണെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തതാണെന്ന് നമുക്ക് മനസ്സിലാവും. ആ രീതിയിൽ ഷാനവാസ് കളിച്ചിട്ടുള്ളൂ. പക്ഷെ അനീഷിന്റെ ഗെയിമിൽ ഒരു തുള്ളി പോലും, ഒരംശം പോലും മാനിപ്പുലേഷൻ ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്യാതെയാണ് അനീഷ് ഗെയിം കളിച്ചിട്ടുള്ളത് മൊത്തം. ഇപ്പൊ ആ ഒരു ക്യാമറയുടെ കാര്യം അതൊക്കെ പലരും പറയുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ അന്ന് ചെയ്തിരുന്നു. അത് പറയുന്ന ആ ആളുകള് അവരുടേതായ അജണ്ടകളെ ഒളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു കാര്യമാണെന്നുള്ളത് അന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസൺ വിജയിക്കാൻ അനീഷിനേക്കാൾ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ സീസൺ വിജയിക്കാൻ എന്തുകൊണ്ടും ഡിസേർവിംഗ്, എന്തുകൊണ്ടും അർഹൻ അനീഷ് തന്നെയാണ്. അനീഷാണ് ഈ സീസൺ വിജയിക്കേണ്ടതെന്ന് തോന്നുന്നു. അതിപ്പോ ഈ ഒരു 1 vs many, ഈ ഒരു ഒറ്റപ്പെടൽ കാര്യം വന്നതുകൊണ്ടല്ല. അത് ഒറ്റപ്പെടലൊക്കെ തുടക്കം മുതൽ അനീഷിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അന്ന് നമുക്കും തോന്നിയിരുന്നു ഇയാൾ എന്ത് വെറുപ്പിക്കലാണ്, ഇയാളെ മാറ്റി നിർത്തുന്നതിൽ ഇവരെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ഇവര് കൂടെ കൂട്ടാൻ തയ്യാറാവുന്നില്ല. ഇവര് മനഃപൂർവ്വം ഈ രീതിയിൽ ജയിലിലേക്ക് വിടുന്നു, 4 ആഴ്ച 3 ആഴ്ചയൊക്കെ ജയിലിലേക്ക് വിടുന്നു. ഇങ്ങനെ ഒരു രീതിയിലും ക്യാപ്റ്റൻ ആവാൻ ഡിസേർവിംഗ് അല്ല എന്നുള്ള രീതിയിൽ പുറത്തേക്ക് ഇത് വിടുന്നു. പിന്നെ ഈസി ടാർഗറ്റ് ആണെന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിന്റെ കപ്പ് ഉയർത്താൻ അനീഷ് തന്നെയാണ് ഏറ്റവും ഡിസേർവിങ്. അവർക്ക് അങ്ങനെയൊന്നും അതിനകത്ത് പറയുകയാണെങ്കിൽ നമുക്ക് പുറത്തിരുന്ന് ഇങ്ങനെയും പറയാം. അല്ലാതെ ഇപ്പൊ നമ്മള് ഒരു കൂട്ടത്തിൽ കൂടെ നിന്ന് ഒരാളെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മളത് കണ്ടുകൊണ്ട് നമുക്ക് അത് ശരിയാണ്, അതിന് കൈയടിക്കാനായിട്ട് നമുക്ക് തോന്നാറില്ല എന്നുള്ളതാണ് സത്യം. അതാണ് ഈ ആര്യൻ പറയുന്ന റിവേഴ്സ് സൈക്കോളജി, അത് കടമെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ്. പിന്നെ നമ്മുടെ വീഡിയോസ് ഒന്നും ഒരു വലിയ റിവ്യൂവർ പറയുന്നതായിട്ടോ ഒന്നും ആരും കാണുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ലേമാൻസ് പെർസ്പെക്റ്റീവ്, സാധാരണ ഒരു പ്രേക്ഷകന്റെ അഭിപ്രായം കേൾക്കാനായിട്ട് തന്നെയാണ് ഇവിടെ പ്രേക്ഷകർ വരുന്നത് എന്നും ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് അനീഷാണ് ഈ സീസൺ വിജയിക്കാൻ ഏറ്റവും ഡിസേർവിങ്. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 6 സീസൺസും കണ്ട ഒരാൾ എന്ന നിലയ്ക്ക് പറയുകയാണ് ഈ ഒരു റിവേഴ്സ് സൈക്കോളജി, ഈ ഒറ്റപ്പെടൽ ഗെയിമിന്റെ റിവേഴ്സ് സൈക്കോളജി എപ്പോഴും വർക്കൗട്ട് ആവാറുണ്ട്. പലപ്പോഴും പേഴ്സണാലിറ്റി അത്ര നല്ലതല്ലെങ്കിൽ പോലും ഒരാൾക്ക് കപ്പ് ഉയർത്താൻ പറ്റുന്ന ഇതുകൊണ്ടാണ്, ഈ റിവേഴ്സ് സൈക്കോളജി വർക്കൗട്ട് ആവുന്നത് കൊണ്ടാണ്. ഒറ്റപ്പെടൽ ഗെയിം 1 vs many വർക്കൗട്ട് ആവുന്നത് കൊണ്ടാണ്. അനീഷിന്റെ കേസിൽ അനീഷ് അത്രയും നല്ലൊരു മനുഷ്യനാണെന്ന് പ്രേക്ഷകർക്ക് ബോധ്യമായി. പ്രേക്ഷകർക്ക് അത് നല്ല ഒന്നാന്തരമായിട്ട് തന്നെ ബോധ്യമായി. പക്ഷെ അതിനകത്തുള്ളവർക്ക് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് അത്രയും പ്യൂർ ആയിട്ടുള്ള രീതിയിലാണ് അനീഷ് ഗെയിം കളിച്ചത് എന്നുള്ളതും ഇവരെ പറ്റി ആരെയും ഒരാളെ പറ്റിയും അനീഷ് കുറ്റം പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു സത്യവും ഇവര് മനസ്സിലാക്കുമ്പോൾ ഇവരും ചിലപ്പോൾ പ്രേക്ഷകർ പറയുന്ന കാര്യങ്ങൾ തന്നെ പറയുമെന്നാണ് തോന്നുന്നത്. കാരണം ഈ സീസൺ കപ്പ് ഉയർത്താൻ പോകുന്നത് അനീഷ് തന്നെയാണെന്നുള്ള കാര്യം എനിക്ക് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പറയുക, കമന്റ് സെക്ഷനിൽ പറയുക, ഞാനും ചർച്ച ചെയ്യാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.